സംഘടിത സ്വർണ്ണ കവർച്ച കേസിൽ തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവും ജയിലിന് പുറത്തേക്ക്. ദ്വാരപാലക ശില്പ കേസിലും വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചതോടെയാണ് ബൈജു ജയിൽ മോചിതനാകുന്നത്. കട്ടിളപ്പാളി കേസിൽ KS ബൈജുവിന് നേരത്തെ തന്നെ ജാമ്യം ലഭിച്ചിരുന്നു. തിരുവാഭരണം മുൻ കമ്മീഷണറായ KS ബൈജുവിനെ കഴിഞ്ഞ നവംബറിലാണ് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നത്. കട്ടിളപ്പാളി കേസിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ ദ്വാരപാലക ശില്പ കേസിലും പ്രതി ചേർത്തു. റിമാൻഡിൽ കഴിഞ്ഞു വന്ന ബൈജുവിന് കട്ടിളപ്പാളി കേസിൽ ഫെബ്രുവരി 12-ന് വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചിരുന്നു. തുടർന്ന് ദ്വാരപാലക ശില്പ കേസിലും റിമാൻഡ് 90 ദിവസം പൂർത്തിയായതോടെയാണ് ഇന്ന് ജാമ്യം അനുവദിച്ചത്. SIT കുറ്റപത്രം സമർപ്പിക്കാത്തത് സ്വാഭാവിക ജാമ്യത്തിന് വഴിയൊരുക്കി. കേസിൽ ഇതുവരെ 6 പ്രതികൾ പുറത്തിറങ്ങിയിരുന്നു. 7ാമതായാണ് KS ബൈജുവും പുറത്തിറങ്ങുന്നത്. ഇതിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ 5 പേർക്കാണ് ഉപാധികളോടെയുള്ള സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. അതേസമയം ദേവസ്വം മുൻ പ്രസിഡന്റും CPM നേതാവുമായ A പത്മകുമാറും മാർച്ച് ആദ്യവാരം ദ്വാരപാലക ശില്പ കേസിൽ ജാമ്യ ഹർജി സമർപ്പിക്കും. ഇതോടെ പത്മകുമാറും ജയിൽ മോചിതനാകും. KP ശങ്കർദാസ് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ മാർച്ച് 2-നാണ് കോടതി വിധി പറയുക. ജനം, കൊല്ലം.